വിദേശ MBBSുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റഷ്യയിലെ MBBSനെ കുറിച്ചാണ്. നമുക്കറിയാം, ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിലവിൽ MBBS പഠനം കഴിഞ്ഞ് കേരളത്തിലുടനീളം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് റഷ്യ. ഇന്ത്യയുടെ എംബസി പറയുന്നത് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ നിലവിൽ റഷ്യയുടെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ NMCയുടെ പുതിയ ഗൈഡ് ലൈൻസൊക്കെ റഷ്യയെ എങ്ങനെ ബാധിക്കുന്നു, പുതിയ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ എങ്ങനെ ഈ റഷ്യയിലെ MBBS പഠനത്തെ സ്വാധീനിക്കുന്നൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഏതൊരു രാജ്യത്ത് നമ്മൾ MBBS പഠിക്കുന്ന സമയത്തും നമ്മുടെ NMCയുടെ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണ്. അപ്പോൾ NMC ഗൈഡ് ലൈൻസിൽ പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് റഷ്യയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി അറിയുന്ന ഒരുപാട് നല്ല സക്സസ്ഫുൾ ആയിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. ഇത് റഷ്യൻ ലാംഗ്വേജിൽ MBBS പഠിച്ച് പഠിച്ച ആളുകളാണ്. ഈ റഷ്യൻ ലാംഗ്വേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ബൈലിംഗൽ പ്രോഗ്രാമിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. കാരണം ആ ഡോക്ടേഴ്സ് പഠിച്ച കാലവും അന്നത്തെ നിയമവും വ്യത്യസ്തമായിരുന്നു. ഇന്നത്തെ NMCയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നത് മുഴുവൻ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരിക്കുമ്പോഴും അവരുടെ പ്രാദേശിക ഭാഷ പഠിക്കുക എന്നുള്ളത് ക്ലിനിക്കൽ പർപ്പസിനും സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ 100% ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ എംബസി എസ്പെഷ്യലി റഷ്യയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ റഷ്യയിൽ പോകുന്ന സമയത്ത് നമ്മുടെ എംബസി വെബ്സൈറ്റ് കൃത്യമായിട്ട് പരിശോധിക്കണം. കാരണം ഈ വെബ്സൈറ്റിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അവിടെ നമുക്കുണ്ടാവാനിടയുള്ള എല്ലാ അബദ്ധങ്ങളെയും നേരത്തെ കൂട്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റേത് രാജ്യത്തേക്കാൾ കൂടുതൽ റഷ്യ പോകുന്ന സമയത്ത് റഷ്യയുടെ ഇന്ത്യയുടെ എംബസി വെബ്സൈറ്റ് അത് കൃത്യമായിട്ട് പരിശോധിക്കാൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് പരിശോധിക്കുക. അതിനകത്ത് ഒന്നാമത് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരിക്കണം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. പലപ്പോഴും പല പ്രോഗ്രാമുകളും ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് വിശ്വസിച്ച് പോകുമ്പോഴും അവിടെ എത്തിക്കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ ബൈലിംഗിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബൈലിംഗിൽ എന്നുള്ളത് നേരത്തെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, റഷ്യൻ എന്നുള്ളതും നേരത്തെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷ് മീഡിയം മാത്രമേ പറ്റുള്ളൂ. ഇതാണ് ഒന്നാമതായിട്ട് റഷ്യയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റേതൊരു രാജ്യത്തെ പോലെ തന്നെ FMGയുടെ റിസൾട്ട് നമുക്ക് റഷ്യയുടെ കാര്യത്തിൽ നോക്കാൻ കഴിയും. റഷ്യയിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് പഠിക്കുന്നുണ്ട്. റഷ്യയുടെ പ്രത്യേകത FMGയുടെ റിസൾട്ടിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസ് നോക്കുമ്പോൾ വളരെ നല്ല സക്സസ് റേറ്റുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കിട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് FMGയുടെ റിസൾട്ട് ആണ്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷന് എത്ര കുട്ടികൾ എഴുതി ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസ് എന്നുള്ളത് അത് നമുക്ക് റഷ്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പോകുന്ന, പലപ്പോഴും പല ബ്ലോഗുകളൊക്കെ കണ്ടുപോകുന്ന ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ FMGയുടെ റിസൾട്ട് വളരെ മോശമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഏതൊരു രാജ്യത്തെ പോലെ തന്നെ റഷ്യ പ്രത്യേകിച്ചും ഈ FMGയുടെ റിസൾട്ട് കൂടെ നോക്കണം. എപ്പോഴും പോപ്പുലർ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലറായി എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പോൾ FMGയുടെ ടൂൾ നോക്കുക. FMGയുടെ കൃത്യമായിട്ട് നമുക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസ് നോക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞ 5 വർഷത്തെ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും റഷ്യയുടെ മറ്റൊരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപക്കൊക്കെ ഇയർലി ഫീസിനൊക്കെ വളരെ നല്ല യൂണിവേഴ്സിറ്റികൾ കിട്ടുന്നുണ്ട്. ഒരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വളരെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് കിട്ടുന്നുണ്ട്. എന്നാൽ 7.5 ലക്ഷം രൂപക്കും പെർ ഇയർ ഫീസുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മുടെ ഒരു എക്കണോമിക്കലി നമുക്ക് നമ്മുടെ ബഡ്ജറ്റൊക്കെ കൺസിഡർ ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ധാരാളം യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ളതും റഷ്യയുടെ ഒരു അട്രാക്ഷനാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ഇയർ കോഴ്സാണ്. അപ്പോൾ 6 ഇയർ കോഴ്സാണ്, അതിൽ ഇൻക്ലൂഡിങ് ഇൻറ്റേൺഷിപ്പാണ്, ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാമാണ് നമ്മൾ പഠിക്കേണ്ടത്. റഷ്യയിൽ ഏറ്റവും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈസൻസി എക്സാമിനേഷൻ നമുക്ക് എഴുതണം. നമ്മൾ റഷ്യയിൽ പോയി ഡോക്ടറായി നമുക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവരുടെ ലൈസൻസി എക്സാമിനേഷൻ പാസ്സാവണം. അത് റഷ്യൻ ലാംഗ്വേജിലാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്കറിയാം ലൈസൻസി എക്സാമിനേഷൻ എഴുതേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ചില അപൂർവം രാജ്യങ്ങളിൽ ലൈസൻസി എക്സാമിനേഷൻ വേണ്ട. ചിലതൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, ഇത് റഷ്യൻ ലാംഗ്വേജിലാണെന്നുള്ളതും നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കണം.
കാരണം ഒരു റഷ്യൻ ലാംഗ്വേജിൽ എക്സാം എഴുതാനുള്ള ഒരു സന്നദ്ധത നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് മനസ്സിലാക്കി പോയാൽ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ ഇന്ത്യയിലത്തെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യൻ ലാംഗ്വേജിലുള്ള ഈ ലൈസൻസ് എക്സാമിനേഷൻ പാസ്സാവണം എന്നുള്ളത് അതൊരു നെഗറ്റീവായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 6 വർഷത്തിനകത്ത് പാസ്സാവാൻ പറ്റുന്നൊരു കോൺഫിഡൻറ്റോട് കൂടിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ റഷ്യയിൽ പോകുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, എസ്പെഷ്യലി ലോണൊക്കെ എടുത്ത് പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യം ബാങ്കിനെ അപ്രോച്ച് ചെയ്യണം. കാരണം ഇപ്പോൾ പുതിയ യുദ്ധത്തിൻ്റെ സാഹചര്യമൊക്കെ വന്നപ്പോൾ ഡയറക്റ്റ് റഷ്യയിലേക്ക് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കാണെങ്കിലോ ഈ റൂബിളിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് അയക്കാനും കഴിയാത്ത സിറ്റുവേഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് കഴിയുന്നില്ല, നമുക്ക് റൂബിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ റഷ്യ എന്നുള്ളത് ആദ്യം ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് ബാങ്ക് സാങ്ഷനായി ഈ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷനായി അയക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം റഷ്യ സെലക്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അതുപോലെ നമുക്ക് വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂളിൻ്റെ ലിസ്റ്റിൽ നോക്കിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂളിലുള്ളതാണ്, സ്പോൺസർ നോട്ടിൽ ഉള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിലും ഇത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഇത് നോക്കുക എന്നുള്ളത്. അതുപോലെ നീറ്റിൻ്റെ എലിജിബിലിറ്റി, നീറ്റ് ക്വാളിഫൈഡ് ആയ വിദ്യാർത്ഥികളാണ് നമുക്ക് റഷ്യയിലാണെന്നുണ്ടെങ്കിലും MBBSന് പോവേണ്ടത്. റഷ്യയിലെ പല യൂണിവേഴ്സിറ്റികളിലേക്കും വളരെ ഈസി ആയിട്ട് വിത്തൗട്ട് നീറ്റിലും അഡ്മിഷൻ എടുക്കാൻ കഴിയും. പക്ഷേ അത് തിരിച്ച് വന്നിട്ട് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂളിൽ ലിസ്റ്റിലുണ്ടായിരിക്കുക എന്നുള്ളതും നീറ്റ് ക്വാളിഫൈഡ് ആവുക എന്നുള്ളതും വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥി അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അതുപോലെ റഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. കേരള ഫുഡ് അവൈലബിൾ ആയ സ്ഥലങ്ങൾ വരെയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേക കൺസേണൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണോ, സെൽഫ് കുക്കിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടോ, കോളേജിൽ തന്നെ മെസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ റഷ്യ ആയതുകൊണ്ട് തന്നെ പ്രത്യേകം നോക്കേണ്ട കാര്യം, റഷ്യ ലോകത്ത് തന്നെ ഏറ്റവും വലിയ രാജ്യമാണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും തണുപ്പുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏത് പ്രദേശം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യയിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കാൻ വരുന്നു എന്നുള്ളത് ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഗ്ലോബൽ എക്സ്പോഷർ കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പോയിൻ്റാണ്. അതുപോലെ ഹോസ്റ്റലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റൽ എന്നുള്ളത് വലിയൊരു കൺസേൺ തന്നെയാണ്, ഫുഡ് പോലെ തന്നെ. അപ്പോൾ ഹോസ്റ്റൽ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അകത്തുള്ള ഹോസ്റ്റലുകളുണ്ട്, അപ്പാർട്ട്മെൻറ്റുകളുണ്ട്, 2 ഷെയറിംഗ് ഉണ്ട്, 4 ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റി പോകുന്നുണ്ടെങ്കിലും ആ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യയിലെ ഏറ്റവും വലിയ സ്ഥലവും നല്ല തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായുള്ള സ്റ്റേക്ക് ഹോസ്റ്റൽ വളരെ അനിവാര്യമായ ഘടകമാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് റഷ്യയിലെ ആശ്രയിക്കുന്ന ആളുകളാണ് ഇന്ത്യ. പ്രത്യേകിച്ച് ഇന്ത്യയും റഷ്യ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്, നയതന്ത്രപരമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ കണക്കെടുത്താലും റഷ്യയിലേക്ക് നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 10 രാജ്യങ്ങൾ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 10 രാജ്യങ്ങൾ എടുത്താൽ ആ 10-നകത്ത് വരുന്ന ഒരു രാജ്യം തന്നെയാണ് റഷ്യ. റഷ്യ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, എസ്പെഷ്യലി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുക. പലപ്പോഴും ചില ആളുകൾ ഫെഡറൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിഫറൻസിയേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് കേവലം മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഗിമ്മിക്സ് മാത്രമാണ്. നിങ്ങൾക്ക് ഫെഡറലിൽ പോയത് കൊണ്ട് പ്രത്യേക സർട്ടിഫിക്കറ്റോ സ്റ്റേറ്റിൽ പോയത് കൊണ്ട് പ്രത്യേക സർട്ടിഫിക്കറ്റോ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ഈ ഫെഡറലാണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും നിങ്ങൾ പോകുമ്പോൾ ഈ FMGയുടെ പാസിംഗ് റേഷ്യോ ഒക്കെ നോക്കി, നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടോ നോക്കി, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് എത്ര വർഷമായിട്ട് ആ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നുണ്ട് നോക്കിയിട്ട്, അവിടുത്തെ എത്ര കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ റഷ്യ MBBS പഠനത്തിന് നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ഏറ്റവും നല്ല ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോൾ റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത്. ഇനി അടുത്തൊരു രാജ്യത്തെക്കുറിച്ചിട്ട് MBBS പഠനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്.